ഈ പ്രസ്ഥാനത്തിൻ്റെ മുൻനിര നേതൃത്വമായിട്ടുള്ള ഇന്ത്യയുടെ പ്രസിഡന്റ് ശ്രീമതി ലില്ലി ജോസഫ്, ഡോക്ടർ ജ്യോതിഷ് സുഭാഷ്, ഡോക്ടർ സുരേഷ് കെലി, ഡോക്ടർ റാണി മോഹൻദാസ്, കന്യാശ്രീ ഡോക്ടർ മാർത്താണ്ഡപിള്ള, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വിളപ്പിൽ രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എസ് ഇന്ദുലേഖ, ശ്രീ ജി എൽ അരുൺ ഗോപി, എല്ലാവരുടെയും പേരെടുത്ത് സമയം കളയുന്നില്ല. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, ശ്രീമതി ലില്ലി ജോസഫിൻ്റെ നേതൃത്വത്തിൽ മദർ തെരേസ ഫൗണ്ടേഷൻ അതിന് തിളക്കമാർന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മളെല്ലാം അത് വീഡിയോയിലൂടെയും അവതരണത്തിലൂടെയും നേരിട്ട് കേട്ടതും കണ്ടതുമാണ്. ഞാൻ അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്ക് ദീർഘമായ വർത്തമാനത്തിന് കിടക്കുന്നില്ല. വളരെ വളരെ സന്തോഷവും അഭിമാനകരവുമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് നമ്മളെല്ലാം സാക്ഷ്യം വഹിക്കുന്നത്. കുറച്ച് ഏറെ പേർ മുൻകൈ എടുത്ത് ഒരു നല്ല പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുകയും ആ പ്രസ്ഥാനം ജനങ്ങൾക്ക്, വിശേഷിച്ചും സാധാരണ കുടുംബങ്ങൾക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ, നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് എന്നോട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ മോഹൻദാസിന്റെ ഭാര്യ കൂടിയായ റാണി ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞനുസരിച്ചാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ തയ്യാറായത്. ഇത്തരം പ്രവർത്തനങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നന്മ നിറഞ്ഞ പ്രവർത്തനമാണ്. മറ്റൊരാളിനെ സഹായിക്കാൻ കഴിയുക എന്നുള്ളത് നല്ല മനസ്സിലേക്കുള്ള ഒരു ആഗ്രഹവും ചിന്തയും മാത്രമാണ്. ഇവിടെ എൻ്റെ മുന്നിൽ വിളപ്പിൽ രാധാകൃഷ്ണൻ ഇരിപ്പുണ്ട്. രാധാകൃഷ്ണൻ ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളുടെ പൂർണ്ണ രൂപമാണ്. ഇതുപോലെ നിരവധി ആളുകൾ നമ്മുടെ നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി പ്രവൃത്തി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യം. ചിലരാണെങ്കിൽ ഇത് പുറത്തറിയാതെ ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ മഹത്വം ഒന്ന് മറ്റൊന്നാണ്. മറ്റൊരാൾ അറിയാതെ, നമ്മളാരും കാണാത്ത തരത്തിലുള്ള, നമ്മളാരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയ സംഭാവനകൾ, അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു പങ്ക് തന്നെ വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകരാൻ നൽകുന്ന ഒരുപാട് അനുഭവങ്ങൾ. മറ്റൊന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് പലവിധ പ്രയാസങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. നേരിട്ട് അനുഭവിക്കുന്ന ചില കുടുംബങ്ങൾ ഉണ്ട്. അതുകൊണ്ട് അതിൽ പ്രേരിതമായി അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും അത്തരം പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നൊരു മനസ്സാണ്. ഇങ്ങനെ പല വിധത്തിൽ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയെ കുറിച്ചൊന്നും ഞാൻ പറയണ്ടല്ലോ. ഇതെല്ലാമാണ് മലയാളിയെ മറ്റ് നാടുകളിലുള്ള ജനതയിൽ നിന്ന് വേറിട്ട സ്വഭാവക്കാരാക്കി മാറ്റിയിട്ടുള്ളത്. സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു രക്തത്തിൽ അലിഞ്ഞ ഒരു പ്രവർത്തനമാണ്. മലയാളി കൈവരിച്ചത് നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ, നമ്മുടെ മുൻ തലമുറ അവിടെ മുതൽ, നമ്മുടെ പൂർവികന്മാർ മുതൽ നമുക്ക് സ്വായത്തമാക്കിയ ഒരു ജീവിത ചര്യയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. എല്ലാവർക്കും ആ മനസ്സുള്ളവരാണ്. പക്ഷെ എല്ലാവർക്കും അത് കഴിയുന്നില്ലെങ്കിലും കുറച്ചാളുകളെങ്കിലും അത് ഭംഗിയായി നിർവഹിക്കുന്നു. അതുകൊണ്ട്
അത്തരം പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുന്നവരെ ഇരു കൈയിൽ നീട്ടി സഹായിക്കാൻ, സ്വീകരിക്കാൻ സമൂഹവും ജനങ്ങളും തയ്യാറാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ആ നല്ല കാര്യങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുക എന്നുള്ളതാണ് എനിക്കിവിടെ ചുരുക്കം വാക്കിൽ സൂചിപ്പിക്കാനുള്ളത്. ദീർഘമായ വർത്തമാനത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഇതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നവർ പൂർണ്ണമായും അർഹതയുള്ളവരാണ്. അതാണല്ലോ വീൽ ചെയർ നമ്മളെ മുന്നിൽ ഇരിക്കുന്നത്. എനിക്ക് വീൽ ചെയർ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പലർക്കും വീൽ ചെയർ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതിൽ യാത്ര ചെയ്യേണ്ടി വരുന്നവർ അതിന് പൂർണ്ണ അർഹതയുള്ള ആളുകളാണ്. അതുപോലുള്ള ഉപകരണങ്ങളാണ് ഇവിടെ നൽകുന്ന മിക്കവാറും എല്ലാ ഉപകരണങ്ങളും. അതുകൊണ്ട് തന്നെ അതിനെ തിരഞ്ഞെടുത്ത അത്തരം ആളുകൾക്ക് അത് പ്രയോജനകരമായി മാറട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഇജി ജോസഫിന്റെ നേതൃത്വത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾ, വിശേഷിച്ചും അവരുടെ മകൻ ഡോക്ടർ ജ്യോതിഷ് സുഭാഷ് അടക്കമുള്ള കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതിലൂടെ ഒരുപാട് വിദ്യാഭ്യാസ കാര്യങ്ങളിലടക്കമുള്ള ഇടപെടലുകൾ കൂടുതൽ വിജയകരമാകാൻ സഹായിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സന്തോഷം നിറഞ്ഞ ഈ ചടങ്ങിൽ, നന്മ നിറഞ്ഞ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി. നമ്മുടെ ആദർശനായ മിനിസ്റ്ററുടെ നല്ല വാക്കുകൾക്ക് നമ്മൾ നിറഞ്ഞൊരു കരഘോഷം കൊടുക്കാം. ഇനി അദ്ദേഹത്തെ ആദരിക്കുകയാണ് ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ ചേർന്ന്. നമുക്ക് വിലപ്പെട്ടൊരു സമയം മാറ്റിവെച്ചാണ് നമ്മുടെ ഈ പരിപാടിക്ക് അദ്ദേഹം എത്തിയത്. നമ്മുടെ റാണി മേഡത്തിൻ്റെ, റാണി അമ്മയുടെ ഒരു വലിയ റിക്വസ്റ്റ് അതിനകത്തുണ്ട് എന്നറിയുന്ന വലിയ സന്തോഷമുണ്ട്. അദ്ദേഹം വന്നു ചേർന്നതിന് ഞങ്ങൾക്കും ബർത്തലീസ ഫൗണ്ടേഷനും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അദ്ദേഹത്തെ ഒരു മൊമെന്റ് കൂടി നൽകി നമ്മൾ ആദരിക്കുകയാണ്. നിറഞ്ഞ സ്നേഹത്തോടുകൂടി ട്രസ്റ്റ് നൽകുന്നു. അദ്ദേഹം അത് ഏറ്റുവാങ്ങുകയാണ്. നിറഞ്ഞ കരഘോഷം കൊടുക്കാൻ നമുക്ക്. So once again, thank you so much, sir. കൂടാതെ അടുത്തതായിട്ട് നമുക്കൊരു പത്രപ്രകാശനമാണ്. മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റിന്റെ ആനുവൽ ന്യൂസ് പേപ്പറാണ്. കഴിഞ്ഞ മെഡിക്കൽ ഫെസ്റ്റിന് ശേഷം മുതൽ ഈ നിമിഷം വരെയുള്ള